ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ബർത്ത്ഡേയുടെ ഇന്ന് തന്നെ രാവിലെ അവൻ സാധാരണ സമയം പോലെ തന്നെ എണീറ്റത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പണികൾ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അവൻ ഉറങ്ങണ ആ ഒരു സമയം കൊണ്ട് വേഗം അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അധികം വിഭവങ്ങളൊന്നുമില്ല. അവിയൽ, സാമ്പാർ, പിന്നെ മത്തങ്ങയും പയർ എലിശ്ശേരി വെച്ചു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ അധികം ആരും വിളിച്ചിട്ടില്ല, അധികം എന്നല്ല, ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത വട്ടം ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ അടിപൊളിയായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അതാ കുളിച്ച് റെഡിയായി അടുത്തുള്ള അമ്പലത്തേക്ക്. അവിടെ ഒരു വേല മഹോത്സവം ഉണ്ട്, അടുത്ത് തന്നെ കോഴിക്കുളങ്ങര എന്ന് പറയും, ചാവക്കാട്. അപ്പോൾ അവിടേക്കുള്ള പോക്കാണ് കേട്ടോ. മോന് ബർത്ത്ഡേക്ക് വാങ്ങിയ ഡ്രസ്സാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ എത്തുമ്പോഴേക്കും ഒരുവിധം നല്ല തിരക്കായി. അങ്ങനെ ഭയങ്കര ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പറ നിറയ്ക്കാനോ. അപ്പം മോൻ്റെ പേരിലൊരു പറ നിറയ്ക്കാനൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്നത്. അപ്പോൾ ഇത്തിരി ടൈം എടുത്തു പറ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കയറാനും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലും നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചൊക്കെ അവൻ ഒന്ന് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവന് ഇട്ടാ പൊട്ടിയില്ലേ, ഇങ്ങനെ നിലത്തിട്ടിട്ട് പൊട്ടിക്കണ പടക്കണ്ടല്ലോ, അതൊക്കെ പിടിച്ചിട്ട് കുഴപ്പമില്ല, അവൻ നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ പോയി കേക്കൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഞങ്ങൾ ഗണപതിക്ക് ആദ്യം ചോറ് വെച്ചു. വിളക്കും ചന്ദനത്തിലൊക്കെ എത്തി വെച്ച് കണ്ടില്ലേ, ടേബിളൊക്കെ ഫുൾ നിറച്ച സാധനങ്ങളാണ്. അപ്പോൾ അതൊന്നും ഒതുക്കി വയ്ക്കാനുള്ള ടൈം കിട്ടിയില്ല. അത് കഴിഞ്ഞ് അതാ വെള്ളമൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ പായസം ഉണ്ടാക്കിയില്ല കേട്ടോ. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ കൂവപ്പൊടി കൊണ്ട് പായസം ഉണ്ടാക്കി. അപ്പോൾ മോനെ ഇലയിൽ ചോറൊക്കെ വെച്ച് കൊടുത്തു. എന്താ കാര്യം, അവൻ കഴിച്ചൊന്നുമില്ല. അവൻ എന്താ പറയുക, വെള്ളം കുടിച്ച് വയറ് നിറച്ചു കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചെന്നില്ല, വെറുതെ ഇലയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ അവനെ ഫോട്ടോ എടുക്കട്ടെ അമ്മ, വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേണ്ട, അവന് വെള്ളം മതി. ചൂടല്ലായിരുന്നു, പുറത്ത് പോയി വന്നതിൻ്റെ. അപ്പോൾ അതങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പാരി കുറച്ച് വറ്റൊക്കെ അവിടെ ഇവിടെയും വെതറിയിട്ട് കണ്ടു കേട്ടോ അവൻ എണീറ്റ് പോകുമ്പോൾ. പിന്നെ ഞാനാണ് ഇരുന്ന് കഴിച്ചിരുന്നത് ആ ഇലയിൽ. അങ്ങനെ അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോഴാണ് അടുത്തുള്ള വീട്ടിലെ ചേച്ചിയും ചേട്ടനും, ചേട്ടൻ വന്നില്ല, ചേച്ചി ഉണ്ണിയോളും വന്നിരുന്നു. ചേട്ടൻ വന്നിട്ട് അപ്പനെ പോയി. അപ്പോൾ അവന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസം ലീവിന് വന്നതാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ വിളിച്ചപ്പോൾ. പിന്നെ മോനെ എപ്പോഴും കളിക്കാൻ കൂട്ട് വരുന്നതാണ് കേട്ടോ അവർ. അങ്ങനെ അവൻ കേക്ക് കട്ട് ചെയ്യാൻ നോക്കുകയാണ്. എങ്ങനെ കട്ട് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കൊടുത്തു. അവർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവന് ഭയങ്കര ഹാപ്പിയായി. എപ്പോഴും കേക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കേക്ക് നല്ല ഇഷ്ടമാണ്. ഹാപ്പി ടു യു എന്നാണ് പറയുക അവൻ കേക്കിന്, കേക്ക് എന്ന് പറയില്ല. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ വേഗം പെട്ടെന്ന് തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു. സമയമൊന്നും കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ വേഗം ചെയ്തു. കുറച്ച് നേരം ചേച്ചി വന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ വേഗം അമ്പലത്തിലോട്ട് പോയി. അവിടെ ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ശിങ്കാരിമേളവും അതൊക്കെ അവിടെ ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നടന്നിങ്ങനെ കണ്ടു. അവിടെ നോക്കിയാൽ കാണാം, നല്ല വലിയൊരു പാടം ആണ്. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, നമുക്ക് നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. കണ്ടില്ലേ, കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിക്കും തിരക്കാണ്. അങ്ങനെ അത് ഓരോ ഹൈറ്റും വന്ന് അങ്ങനെ അവിടെ കൊട്ടി, പിന്നെ ഇത് ഈ തറയുടെ അവിടെ ചുറ്റി ഇങ്ങനെയാണ് അവസാനിപ്പിക്കുക. അവിടെ നിന്ന് അപ്പോൾ നമുക്ക് ആ റോട്ടിൽ നിന്നാലും ആ താഴെ നടക്കുന്നതൊക്കെ നിന്ന് കാണാം. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതേ ആകാശത്തിൽ കൂടെ പ്ലെയിൻ പോണത്. അതുമ്മ ഞാൻ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. മോൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ അവന് ആ നേരത്തെ ഉറക്കമൊക്കെ ആയി ക്ഷീണമായിട്ട് എൻ്റെ മേത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ നേരം പോക്കിന് എടുത്തതാണ്. അത് കഴിഞ്ഞ് ഇത് വാങ്ങണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അവന്. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങാനായിരുന്നു. അപ്പോൾ ഞാനത് പിള്ളേരുടെ നിന്ന് വാങ്ങിയിട്ട് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയേട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഗാനമേള കണ്ടു. പിന്നെ പിറ്റേ ദിവസം അവിടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പറ നിറയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അവിടെ തെച്ചിക്കോട്ടുകാവ് അമ്പലത്തിൻ്റെ പറ വന്നിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ പറയൊക്കെ നിറച്ചു, ഞാനാണ് നിറച്ചത്. അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മോൻ വാശി പിടിച്ചു. പിന്നെ കൊട്ടൊക്കെ കേട്ടപ്പോൾ മോന് പേടി. അപ്പോൾ കൊട്ട് കേൾക്കുന്ന സമയത്ത് അല്ലാണ്ട് ഒക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് അവിടെയും കേക്ക് മുറിച്ചു. അവിടെ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ കാണാം കുട്ടികളൊക്കെ ആയിട്ട് ഉണ്ണികളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഉണ്ണിയോളെയും അവിടെയുള്ള എല്ലാ ഉണ്ണിയോളെയും വിളിച്ചു കേട്ടോ. അവർക്ക് സ്കൂളിൽ വിട്ട് വന്ന സമയമായിരുന്നു. പിന്നെ കുറച്ച് പേരും സ്കൂളിൽ പോയില്ല, പറ വരണ കാരണം സ്കൂളിലൊന്നും പോയില്ല. അങ്ങനെ എല്ലാ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കൂടി അച്ചാച്ചന്മാരൊക്കെ കൂടിയിട്ട് നിന്ന് അച്ഛമ്മയും മോനും കൂടി കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് സന്ധ്യയായപ്പോൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ എല്ലാവർക്കും ടാറ്റൊക്കെ കൊടുത്ത്. അപ്പോൾ അമ്മയ്ക്ക് കാലിന് വയ്യാത്തതാണ് കേട്ടോ, അതാണ് വടി പിടിച്ച് നടക്കുന്നത്.
അങ്ങനെ ദേ മോൻ അവർക്കൊക്കെ ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.